വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം ഇറാൻ ഒരു കപ്പൽ ആക്രമിച്ചു ഹോർമുസിൽ. തങ്ങളുടെ സുരക്ഷിത പാതയിലൂടെ അല്ലാതെ കടന്നു പോകുന്ന കപ്പലുകൾ ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടായിരുന്നു അത് സിംഗപ്പൂർ പതാകയുള്ള ഒരു കപ്പലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രകോപനം ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ അമേരിക്ക ഇറാന്റെ പ്രധാനപ്പെട്ട താവളങ്ങൾ ആക്രമിക്കുകയാണ്. മിസൈൽ താവളങ്ങളടക്കം ആക്രമിക്കുന്നു. തിരിച്ചടിച്ചുവെന്ന് IRGC വ്യക്തമാക്കുന്ന പശ്ചാത്തലവും ഉണ്ടാവുകയാണ്. ഒരു വശത്ത് ഇസ്രയേൽ ആകട്ടെ ലെബനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയും ഇറാനും പരസ്പരം വീണ്ടും പോർ വിളിക്കുന്നു. വാഗ്വാദങ്ങളുണ്ട് പരസ്പരം. അങ്ങനെ ആകെ സംഘർഷാവസ്ഥ വീണ്ടും ഉടലെടുക്കുകയാണ് പശ്ചിമേഷ്യയിൽ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. വിശദമായി തന്നെ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ഇറാന്റെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങളിൽ US ആക്രമണം. ഹോർമുസിൽ കപ്പൽ ആക്രമിച്ചതിന് തിരിച്ചടി. സുരക്ഷിത നാവിക ഇടനാഴി അടച്ചു. ഇറാന്റേത് വെടിനിർത്തൽ കരാറിന്റെ വിഡ്ഢിത്തം നിറഞ്ഞ ലംഘനമാണെന്ന് US. തിരിച്ചടിച്ചുവെന്ന് ഇറാൻ. അമേരിക്കയുടെ ഭാഗം ചേരരുതെന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാന്റെ മുന്നറിയിപ്പ്. കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പു നൽകാൻ കഴിയില്ല. ഇറാൻ നൽകിയ റൂട്ടിലൂടെ അല്ലാതെ പോയാൽ ഇൻഷുറൻസോ സുരക്ഷാ ഗ്യാരണ്ടിയോ കിട്ടില്ലെന്ന് മുന്നറിയിപ്പ്. എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം കപ്പലുടമയ്ക്കും കമാൻഡർക്കുമാണെന്നും ഇറാൻ. ട്രംപിന്റെ ടീമിൽ ഭിന്നത. യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ JD വാൻസും മാർക്കോ റൂബിയോയും വ്യത്യസ്ത നിലപാടിൽ. സമാധാനം വേണമെന്ന് JD വാൻസ്. ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങളെ ശക്തമായി പിന്തുണച്ച് മാർക്കോ റൂബിയോ. വെനസ്വേലയെ ഞെട്ടിച്ച് ഭൂകമ്പം. തകർന്നടിഞ്ഞ് വെനസ്വേല. ഭൂകമ്പത്തിൽ മരണം 1000 കടന്നു. 3000-ഓളം പേർക്ക് പരിക്കേറ്റു. 6 ലക്ഷത്തോളം പേരെ കാണാതായി. കൈത്താങ്ങായി ഇന്ത്യ. മെഡിക്കൽ സംഘവും 35 ടൺ സാമഗ്രികളും. ഓപ്പറേഷൻ അമിസ്റ്റാഡ്. ഇന്ന് വീണ്ടും ഭൂകമ്പമുണ്ടായെന്ന് സൂചന. അയത്തുള്ള ഖമേനിയെ ഒളിച്ചിരുന്ന ബങ്കറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്ത്. നിർമ്മിച്ചത് സ്ഫോടനങ്ങളെ പ്രതിരോധിക്കുന്ന മുറിയും തുരങ്കങ്ങളും. കടുത്ത ആയുധ ആക്രമണങ്ങളെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ളവ. രഹസ്യ ഭൂഗർഭ കേന്ദ്രം ഇസ്രായേൽ തകർത്തത്. 50ഓളം യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച്. പങ്കെടുത്തത് 100-ലധികം മാരകശേഷിയുള്ള യുദ്ധസാമഗ്രികൾ. ഇറാൻ അമേരിക്കയ്ക്ക് ഏൽപ്പിച്ചത് കനത്ത ആഘാതം. മറച്ചുവെച്ച കണക്കുകൾ പുറത്ത്. $400 മില്യൺ മെഗാ നഷ്ടം കണക്കാക്കി പെന്റഗൺ. US സൈനിക താവളങ്ങൾക്ക് കനത്ത നാശം. യുദ്ധത്തിൽ പശ്ചിമേഷ്യയിലെ 20-ലധികം സൈനിക താവളങ്ങളും നയതന്ത്ര കാര്യാലയങ്ങളും ആക്രമിക്കപ്പെട്ടു. ചില കേന്ദ്രങ്ങൾ ഇസ്രായേലിലേക്ക് മാറ്റാൻ ആലോചന. റഷ്യയെ ചുട്ടരിച്ച് യുക്രൈൻ. ഒരൊറ്റ രാത്രി കൊണ്ട് 660 ഡ്രോണുകൾ യുക്രൈൻ തൊടുത്തു. നഗരങ്ങളെയും ക്രിമിയെയും ലക്ഷ്യമിട്ട ആക്രമണം സൈനിക നീക്കങ്ങളെയും ഇന്ധന വിതരണത്തെയും സാരമായി ബാധിച്ചുവെന്ന് നിരീക്ഷകർ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നാടകീയ നീക്കങ്ങൾ. അവിശ്വാസ പ്രമേയം തിങ്കളാഴ്ച അവതരിപ്പിക്കാൻ UDF. പിന്തുണയ്ക്കണോ എന്ന് തീരുമാനിക്കാൻ LDF യോഗം ചേരും. കീം പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. മന്ത്രി റോജി M. ജോൺ ഫലപ്രഖ്യാപനം നടത്തും. സംസ്ഥാനത്ത് മഴ കനക്കും. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ യെല്ലോ അലർട്ട്. ഞായറും തിങ്കളും വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കു സാധ്യത. ലോകകപ്പിൽ നോർവേയെ തകർത്ത് ഫ്രാൻസ്. ജയം 1-നെതിരെ 4 ഗോളുകൾക്ക്. ഡംബലിലേക്ക് ഹാട്രിക്. ഇറാഖിനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തോൽപ്പിച്ച സെനഗൽ. പപ്പേ ഗുവേയ്ക്ക് ഇരട്ട ഗോൾ. അയോധ്യ ക്ഷേത്രത്തിലെ വഴിപാട് മോഷണം പുറത്തുവന്നത് രഹസ്യ ക്യാമറകളിലൂടെ. CCTV ക്യാമറ ഒരാൾ മറച്ചു പിടിക്കുമ്പോൾ മറ്റൊരാൾ നോട്ടുകൾ ഒളിപ്പിക്കും. മോഷ്ടിച്ച പണം വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കും. 500 രൂപ നോട്ടുകളുടെ കെട്ടുകളിൽ നിരന്തരം കുറവ് സംശയകരമായി. ക്യാമറകൾ വെച്ചത് ജീവനക്കാർ അറിയാതെ. തമിഴ്നാട് സർക്കാരിന്റെ പുതിയ നിയമനത്തിലും വിവാദം. ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി നിയമിച്ചത് നിർമ്മാതാവ് K. വെങ്കട്ട് നാരായണനെ. പ്രതിനിധിയായി കർണാടകക്കാരനെ നിയമിച്ചതിനെതിരെ BJP. നടനായിരുന്നില്ലെങ്കിൽ അധ്യാപകനായേനെ എന്ന് ഷാരൂഖ് ഖാൻ. തുറന്നു പറച്ചിൽ. സിനിമാ ജീവിതത്തിന്റെ 34 വർഷങ്ങൾ പൂർത്തിയാക്കിയ സന്തോഷം പങ്കുവെക്കുന്നതിനിടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഏറെ ഇഷ്ടമെന്നും ഏറ്റവും മികച്ച അധ്യാപകരിൽ ഒരാളാകുമായിരുന്നുവെന്നും ഷാരൂഖ്.
ഇറാന്റെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങളിൽ US ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ഇന്ന് രാവിലെ. ഹോർമുസിൽ കപ്പൽ ആക്രമിച്ചതിന് പ്രതികാരം തിരിച്ചടിയായാണ് വീണ്ടും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഈ ആക്രമണം സംഭവിച്ചിരിക്കുന്നത്. സുരക്ഷാ നാവിക ഇടനാഴി ഇതിനെ തുടർന്ന് ഇറാൻ അടച്ചു ഹോർമുസിലെ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെയാണ് ഈ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കൻ സൈന്യം ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ഇറാന്റേത് വിഡ്ഢിത്തം നിറഞ്ഞ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നാണ് US പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. തൊട്ടു പിന്നാലെ ആയിരുന്നു അമേരിക്കയുടെ അപ്രതീക്ഷിത സൈനിക നീക്കമുണ്ടായത്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ആർക്കും പരിക്കേറ്റത് റിപ്പോർട്ടില്ല. മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന 11,000-ലധികം നാവികരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാനുള്ള അടിയന്തര പദ്ധതികൾക്ക് ഈ സംഭവം കാരണമായി നമുക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ അമേരിക്കയുടെ ആക്രമണം ഏതൊക്കെ മേഖലകളിലാണ്? ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ടോ? ഇറാന്റെ തെക്കൻ മേഖലകളിലുള്ള സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു US-ന്റെ ആക്രമണമെന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്നാൽ ഈ ആക്രമണത്തിന്റെ തോത്, അതുപോലെ എത്ര പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്, എത്ര പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. ഇറാൻ എന്തായാലും ഈ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണം സ്ഥിരീകരിച്ച ശേഷം US-ന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായിട്ട് IRGC ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ US-ന്റെ മേഖലയിലുള്ള സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്ന US സെൻട്രൽ കമാൻഡ് ആണെങ്കിലും അതുപോലെ മേഖലയിലുള്ള മറ്റ് രാജ്യങ്ങളാണെങ്കിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊന്നും നിലവിലെ സാഹചര്യത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ IRGC തിരിച്ചടി കൊടുത്തു എന്ന് തന്നെ കൃത്യമായ ഭാഷയിൽ പറയുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ അമേരിക്കയും ഇറാനും പരസ്പരം പഴിചാരുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാനാകുന്നത്. അമേരിക്ക പറയുന്നു സിംഗപ്പൂർ കപ്പലിന് നേരെ ആക്രമണം നടത്തിക്കൊണ്ട് ഇറാൻ വെടിനിർത്തൽ കരാറിന്റെ ലംഘനം നടത്തിയെന്ന്. അതേസമയം ഇറാൻ പറയുന്നത് അമേരിക്ക ഇറാനുള്ളിലേക്ക് ആക്രമണം നടത്തി ഈ വെടിനിർത്തൽ കരാറിന്റെ ലംഘനം നടത്തി. ട്രംപിന് ഈ ഒരു 14 ധാരണാപത്രത്തിലോട് യാതൊരുവിധ ആത്മാർത്ഥതയും ഇല്ല എന്നെല്ലാം ആരോപിച്ചുകൊണ്ടാണ് ഇറാൻ നിലവിൽ രംഗത്ത് വന്നിരിക്കുന്നത്. അതുപോലെ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നതല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം വിഷയത്തിൽ കൊണ്ടുവരാനായിട്ട് അമേരിക്കയാണെങ്കിലും ഇറാനാണെങ്കിലും ഈ ഒരു ഘട്ടം വരെയും ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ ഇറാനിലേക്ക് ആക്രമണം നടത്തിയത് ട്രംപിന്റെയും JD വാൻസിന്റെയും 2 പ്രസ്താവനകൾക്ക് പിന്നാലെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ട്രംപ് ഇന്നലെ പറഞ്ഞത് ഇറാൻ ഈ നടത്തിയ വെടിനിർത്തൽ ലംഘനം എന്ന് പറയുന്നത് വിഡ്ഢിത്തം നിറഞ്ഞ ഒരു പ്രവൃത്തിയാണെന്നാണ്. അതുപോലെ ഇറാൻ ഇതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നും ട്രംപ് ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു. JD വാൻസ് ആക്രമണത്തെ ആക്രമണം കൊണ്ട് തന്നെ നേരിടുമെന്ന് കഴിഞ്ഞ ദിവസം X അക്കൗണ്ടിൽ കുറിച്ചിരുന്നു. അപ്പോൾ അത്തരം ഭീഷണികൾക്ക് ശേഷമാണ് ഇപ്പോൾ US നേരെ ഇറാനിലേക്ക് ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇറാനിലെ മിസൈൽ അതുപോലെ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ഈ ആക്രമണമെന്നും നമുക്ക് ഈ ഘട്ടത്തിൽ വിവരം ലഭിക്കുന്നുണ്ട്. അതായത് സൈനിക നടപടി പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരെ ട്രംപ് കണ്ടിരുന്നു. ഇറാന്റെ നീക്കത്തിന് മറുപടി നൽകുമോ അമേരിക്ക എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളത് കാണാൻ പോവുകയാണ് എന്ന് പറയുകയും തുടർന്ന് വളരെ പെട്ടെന്ന് ഈ ആക്രമണം സംഭവിക്കുകയുമായിരുന്നു. വെടിനിർത്തൽ കരാർ ഇപ്പോഴും ഉണ്ടോ എന്ന ചോദ്യങ്ങളോട് വ്യക്തമായി പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അടുത്ത 60 ദിവസത്തേക്ക് വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ ഇറാൻ പരമാവധി ശ്രമിക്കണമെന്ന വ്യവസ്ഥ സമാധാന കരാറുണ്ടായിരുന്നു. ഈ കരാറാണ് ലംഘിക്കപ്പെട്ടത് എന്നാണ് ട്രംപിന്റെ ആരോപണം. ഇതാണ് പ്രധാന പ്രശ്നം അജയ്. കാരണം ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇരു രാജ്യങ്ങളും പാലിക്കാതെ പോകുമ്പോൾ അത് ഈ കരാറിന്റെ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പിട്ട ഈ 14 ധാരണാപത്രത്തെ സംബന്ധിച്ച് പലതരം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു സമാധാന കരാർ ഇതുവരെ നിലവിൽ വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. നിലവിലൊരു ധാരണാപത്രമാണ് അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ നിലനിൽക്കുന്നത്. ഇത് സംബന്ധിച്ച് 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. ഈ 60 ദിവസം ഈ സമാധാന കരാറിനെ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടന്നതിന് ശേഷം ഒരു കരാറിലേക്ക് എത്തിച്ചേരാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു പ്രാഥമിക നടപടിയാണ് ഇപ്പോഴുള്ള ധാരണാപത്രം. ഈ ധാരണാപത്രത്തിൽ തന്നെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള വിമർശനമുണ്ട്. പ്രത്യേകിച്ച് ഈ സമാധാന കരാർ ചർച്ചകൾക്ക് ശേഷം ഈ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ അത് ഇറാനും ഒമാനും സംയുക്തമായി നിർവഹിക്കും എന്ന് സമാധാന കരാറിൽ പറയുന്നുണ്ട്. അതുപോലെ ഈ 60 ദിവസത്തെ വെടിനിർത്തൽ പീരീഡിൽ ഈ മേഖലയിലൂടെയുള്ള സുരക്ഷിത യാത്ര ഇറാൻ വാഗ്ദാനം ചെയ്യണം. അതുപോലെ യാത്ര പൂർണ്ണമായിട്ടും സൗജന്യമായിരിക്കണം, ഒരു തടസ്സവും പാടില്ല എന്നൊരു വ്യവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഇറാന് മേഖലയിലുള്ള ഒരു സുരക്ഷയിൽ അതുപോലെ
മേഖലയിലുള്ള ഒരു കപ്പൽ ഗതാഗതത്തിൽ മുൻഗണന നൽകുന്ന ഒരു വിഷയങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരു കരാറിലുള്ളത് വലിയ തരത്തിൽ ഒരു അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം വന്നിട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായും അതാണ് കാര്യം. നമുക്കത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന്റെ ഒരു ഭാവി സംബന്ധിച്ച് ഇപ്പോൾ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. ഈ കരാറുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമല്ലാത്ത പല വ്യവസ്ഥകളും ഈ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ കൊണ്ടുവന്ന കരാറിന്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ് ഈ കരാറിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. ഇതിനിടയിൽ അമേരിക്കയുടെ ഭാഗം ചേരരുത് എന്നാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്നും കൊണ്ടല്ല, നമുക്കറിയാം അമേരിക്കയുടെ പല സൈനിക താവളങ്ങളും ഉള്ളത് ഗൾഫ് രാജ്യങ്ങളിലാണ്. ഇറാന്റെ താല്പര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും പുറത്തുള്ള ക്രമീകരണങ്ങളുമായി വരുന്ന കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പു നൽകാൻ കഴിയില്ല എന്നും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസെം ഖരീബാബാദി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ സിംഗപ്പൂരിന്റെ കണ്ടെയ്നർ കപ്പലിന് നേരെ ആക്രമണം നടന്നതിന് പിന്നാലെയാണ് ഈ മുന്നറിയിപ്പ്. ഇറാൻ നൽകിയ റൂട്ടിലൂടെ അല്ലാതെ പോയാൽ ഇൻഷുറൻസോ സുരക്ഷാ ഗ്യാരണ്ടിയോ കിട്ടില്ല എന്നുള്ള മുന്നറിയിപ്പാണ്. ഇതിന് പിന്നാലെയാണ് ഈ സുരക്ഷിത പാത അടയ്ക്കുകയും ചെയ്തത്. അജയ്, ഇപ്പോൾ ഇറാൻ പ്രത്യാക്രമണം നടത്തിയെന്നാണ് IRGC അവകാശപ്പെടുന്നത്. ഒപ്പം ഇനിയും തങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചില്ലെങ്കിൽ ആക്രമിക്കും എന്നുള്ള മുന്നറിയിപ്പ് കൂടി വളരെ ശക്തമായി അസന്നിഗ്ധമായി ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇറാൻ മേഖലയിലുള്ള തങ്ങളുടെ സ്വാധീനം അതൊരിക്കലും വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ധാരണാപത്രത്തിലെ ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ചാണെങ്കിലും ഈ ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ സ്വാധീനം ശക്തമാക്കാൻ വേണ്ടി ഇറാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണ് ഇറാൻ നിർദ്ദേശിച്ചിട്ടുള്ള പാതയിലൂടെ അല്ലാതെ യാത്ര ചെയ്ത ഒരു കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ട് തെളിയിക്കുന്നത്. ഈ സിംഗപ്പൂർ കൊടിയുണ്ടായിരുന്ന കപ്പൽ അത് മറ്റൊരു പാതയിലൂടെ ഇതിനു മുൻപേ ഹോർമുസ് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപേ എങ്ങനെയാണോ ഹോർമുസ് കടലിടുക്ക് സ്ഥിതി ചെയ്തിരുന്നത് അതുപോലെ ഒരു സ്വതന്ത്ര ജലഗതാഗത പാത എന്നുള്ള നിലയിൽ യാത്ര ചെയ്തിരുന്ന കപ്പലിന് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇതിൽ ഇറാൻ ഒരു ന്യായീകരണമായി പറയുന്നത് ഇത് തന്നെയാണ്. ഈ ഇറാന്റെ നിർദ്ദേശമനുസരിച്ച് യാത്ര ചെയ്തില്ലെങ്കിൽ കപ്പലിന് നേരെ എന്ത് തരത്തിൽ ആക്രമണം നടന്നാലും അതിൽ ഇറാൻ യാതൊരുവിധ ഉത്തരവാദിത്വവും വഹിക്കില്ല, ഒരു ഇൻഷുറൻസ് കവറേജും ആ കപ്പലിന് നൽകില്ല എന്നാണ് ഇറാൻ പറയുന്നത്. അത്തരമൊരു കാര്യം തങ്ങളുടെ ഭീഷണി അതിപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് നിലവിൽ ഇറാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഈ യുദ്ധസമയത്ത് വലിയ തരത്തിലുള്ള വ്യാപക ആക്രമണം തന്നെ ഇറാൻ നടത്തിയിരുന്നു. ഇനിയും US-നെ സഹായിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ശക്തമായിട്ട് ഇനിയും ആക്രമണം നടത്തും എന്നുള്ള ഭീഷണി തന്നെ ഇറാൻ നിലവിൽ മുഴക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ IRGC US-ന് നേരെ ഒരു തിരിച്ചടി നൽകിയതായിട്ട് അവർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. നിലവിൽ പശ്ചിമേഷ്യയിലുള്ള മറ്റൊരു രാജ്യത്തും ആക്രമണങ്ങളോ മറ്റ് സംഭവങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇറാൻ ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കുന്നത് കാരണം ഈ മേഖലയിലുള്ള രാജ്യങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു ജാഗ്രത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും അതാണ്. ഒമാൻ തീരത്തിന് സമീപമാണ് കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത്. സംഭവത്തെ തുടർന്ന് വെള്ളിയാഴ്ച ഇന്നലെയും ഇന്നുമൊക്കെയായി ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിൽ ഗണ്യമായ കുറവുണ്ടായതായാണ് ഷിപ്പ് ട്രാക്കിംഗ് ഡേറ്റകൾ വ്യക്തമാക്കുന്നത്. അതായത് സുഗമമായി 100ഓളം കപ്പലുകൾ കടന്നുപോയതിനു ശേഷമാണ് വീണ്ടും ഇറാന്റെ ഈ പ്രവൃത്തി. അത് വീണ്ടും ഹോർമുസിനെ സംബന്ധിച്ചുള്ള ആശങ്ക വല്ലാതെ കൂട്ടുന്നുണ്ട്. ഇതിനിടയിൽ UAE ഞെട്ടിച്ച് മിസൈൽ മുന്നറിയിപ്പ് സന്ദേശം എത്തിയത് വലിയ ജാഗ്രത പാലിക്കാനുമൊക്കെ കാരണമായി. മിനിറ്റുകൾക്കകം ഓൾ ക്ലിയർ എന്ന സന്ദേശമൊക്കെ വന്നുവെങ്കിൽ പോലും UAE-യിൽ ഇന്നലെ വൈകുന്നേരം മൊബൈൽ ഫോണുകളിലേക്ക് ജനങ്ങളുടെ മൊബൈൽ ഫോണുകളിലേക്ക് വന്ന ഈ ആക്രമണ മുന്നറിയിപ്പ് പരിഭ്രാന്തി പരത്തിയ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. വീണ്ടും ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതായിരുന്നു ആ മേഖലയിൽ ഉണ്ടായ വലിയ പ്രശ്നം. അതേസമയം മിനിറ്റുകൾക്കകം രാജ്യം സുരക്ഷിതമാണെന്നും ഓൾ ക്ലിയർ എന്നുള്ള സന്ദേശവും അധികൃതർ പുറപ്പെടുവിച്ചു. ഇന്നലെ വൈകിട്ട് 5:15 ദുബായിലും അബുദാബിയിലും ഒക്കെയുള്ള താമസക്കാരുടെ ഫോണുകളിലേക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ അടിയന്തര സുരക്ഷാ സന്ദേശം വന്നത്. കൃത്യമായി പറയുന്നത് അവർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും ജനലുകളും വാതിലുകളും അടയ്ക്കണമെന്നും അവിടെ നിന്ന് മാറി നിൽക്കണമെന്നും മറ്റുമൊക്കെയാണ്. സാധാരണയായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഇറാന്റെ ഡ്രോണുകൾ മിസൈലുകൾ തുടർച്ചയായി പതിച്ചുകൊണ്ടിരുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു സമാധാനം ഉണ്ടാകുന്നു എന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു മുന്നറിയിപ്പും കാര്യങ്ങളും മറ്റും എത്തിയത്. അത് കുറേ നിമിഷത്തേക്കെങ്കിലും ആ രാജ്യത്തെ പരിഭ്രാന്തിലാക്കി എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് ട്രംപിന്റെ ടീമിൽ അഡ്മിനിസ്ട്രേറ്റീവ് ടീമിലെ വളരെ പ്രധാനപ്പെട്ട 2 അംഗങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് JD വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും. ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത്, ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്, ഇറാൻ ഈ UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളുമായുള്ള ചർച്ചകൾ നടത്തുന്നത്, അങ്ങനെ യുദ്ധവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ട്രംപ് വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്ന 2 പേരാണ് മാർക്കോ റൂബിയോയും JD വാൻസും. പക്ഷേ ഇവർ തമ്മിൽ ഇപ്പോൾ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരികയാണ്. അതായത്
അതായത് ഇസ്രായേലിൻ്റെ സൈനിക നടപടികളെ ചൊല്ലിയാണ് വാൻസും റൂബിയോയും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. ഇറാൻ്റെ ആദ്യ കരാറുമായി ബന്ധപ്പെട്ട് ട്രംപിന് യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. തനിക്കൊപ്പമുള്ള ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടാണ് എന്ന നിലപാട് ട്രംപ് പല ലോകരാജ്യങ്ങളോട് പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ വാൻസ് ആകട്ടെ കൂടുതൽ സമാധാനപരമായ സമീപനത്തിനും ഇറാനുമായുള്ള സഹകരണത്തിനും മുൻഗണന നൽകുമ്പോൾ മാർക്കോ റൂബിയോ ഇസ്രായേലിൻ്റെ സൈനിക നീക്കങ്ങളെ പിന്തുണയ്ക്കുന്നതാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എങ്ങനെ കാണണം അജയ്? വ്യത്യസ്തമായ നിലപാടുകളാണല്ലോ. ട്രംപിനൊരു നിലപാടുണ്ട്, അത് യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ബെഞ്ചമിൻ നെതന്യാഹുവിന് യുദ്ധം തുടരണമെന്നാണ്. അതിനിടയിലാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥർ വ്യത്യസ്ത നിലപാടുകളുമായി രംഗത്ത് വരുന്നത്. രഞ്ജിത്ത്, ഇതിലൊരു പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നത് ഇപ്പോഴൊന്നുമല്ല. തീർച്ചയായിട്ടും ഇനി 2028 അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു നയം എന്താകണം എന്നതിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി ഇത് കാരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇനി അടുത്ത ഘട്ട തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഒരു പ്രായാധിക്യമൊക്കെ കാരണം ഇനി അടുത്ത തവണ റിപ്പബ്ലിക്കൻ പാർട്ടിയെ പ്രതിനിധീകരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മറ്റൊരു സ്ഥാനാർത്ഥിയായിരിക്കും. ഇപ്പോൾ JD വാൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് അദ്ദേഹത്തിന് വലിയ തോതിൽ ഒരു ജനപ്രീതിയുണ്ട്. അദ്ദേഹത്തിൻ്റെ നയങ്ങളെയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെയും പിന്തുടരുന്ന വലിയൊരു ജനക്കൂട്ടമുണ്ട്. അദ്ദേഹം പങ്കെടുക്കുന്ന സമ്മേളനങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള തിരക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മുൻ നിലപാടുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ഇപ്പോൾ JD വാൻസിൻ്റെ ഒരു നിലപാടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. JD വാൻസ് പല വേദികളിലും പറയുന്ന ഒരു നിലപാടുകൾ കൂടുതലും ഡെമോക്രാറ്റിക് അംഗങ്ങളുടെ ഒരു പരസ്യ പ്രതികരണങ്ങളോട് സാമ്യമുള്ളതാണ്. അതായത് കൂടുതൽ സമാധാനപരമായിട്ടുള്ള നീക്കങ്ങൾക്കാണ് JD വാൻസ് മുൻഗണന നൽകുന്നത്. പക്ഷേ ഇന്നലെ ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെ വാൻസ് പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതേ സമയം തന്നെ ട്രംപിൻ്റെ ഒരു ഭരണതലത്തിലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനാണ് US-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ. മാർക്കോ റൂബിയോയുടെ പരാമർശങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. പ്രത്യേകിച്ച് ഗൾഫിൽ അദ്ദേഹം സന്ദർശനം നടത്തിയ വേളയിലാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെയും അതുപോലെ ലെബനന് നേരെയും വളരെ രൂക്ഷമായിട്ടുള്ള പരാമർശവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് നിലപാടുകളിലുള്ള വൈരുദ്ധ്യം ഇനി 2028 തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നിലപാടിനെ അവരുടെ ഒരു പൊതുവായിട്ടുള്ള ഇലക്ഷൻ സ്ട്രാറ്റജി, ഒരു പൊതുവായിട്ടുള്ള നിലപാടിനെ രൂപീകരിക്കുന്നതിൽ തടസ്സമാകുമോ എന്നുള്ള ഒരു ആശങ്കയാണ് അവിടെ ആ പാർട്ടി ക്യാമ്പിൽ നിലനിൽക്കുന്നത്. പക്ഷേ വൈറ്റ് ഹൗസ് ഈ ഉദ്യോഗസ്ഥർക്കിടയിൽ യാതൊരുവിധ ഭിന്നതകളും ഇല്ല എന്നാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇരുവരുടെയും വാക്കുകളിൽ ആ ഭിന്നത വളരെ വ്യക്തമാണ്. ഇരുവരും ഒരു പരസ്യമായി ഏറ്റുമുട്ടിയിട്ടില്ല എങ്കിലും പലരും പല പൊതുവേദികളിൽ നടത്തുന്ന പരാമർശങ്ങൾ പല തലങ്ങളിലുള്ളതാണ്. വൈറ്റ് ഹൗസ് തുടർച്ചയായിട്ട് പറയുന്നത് ഭിന്നതയില്ല, ഞങ്ങൾ ഇവിടെ ഒരു പക്ഷമേ ഉള്ളൂ, അത് പ്രസിഡന്റ് ട്രംപിന്റെ പക്ഷമാണ്. ഇറാൻ ഒരിക്കലും ആണവായുധം കൈവശപ്പെടുത്തില്ലെന്ന് ഉറപ്പാക്കാനുള്ള പ്രസിഡന്റിന്റെ ശ്രമങ്ങൾക്ക് പിന്നിൽ ഭരണകൂടം മുഴുവനുമായി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നേരത്തെ അജയ് പറഞ്ഞതുപോലെ ഇവർ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിൽ ഈ ഭിന്നത രൂക്ഷമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നന്ദി അജയ്. സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വെനസ്വേലയെ ഞെട്ടിച്ച് വീണ്ടും ഭൂകമ്പം. 4.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഇന്ന് രാവിലെ വീണ്ടും ഉണ്ടായി എന്നുള്ളത് വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കാഷ്വാലിറ്റീസിൻ്റെയോ നാശനഷ്ടങ്ങളുടെയോ ഒന്നും കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ ഇതിനിടയിൽ മരിച്ചവരുടെ എണ്ണം 1000 കടന്നു എന്നുള്ള വളരെ സങ്കടകരമായ ഒരു വാർത്ത കൂടിയുണ്ട്. 3000-ഓളം പേർക്ക് പരിക്കേറ്റു, 1,00,000-ഓളം പേരെ കാണാതായി. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടത് ലാ ഗ്വാജിറ പ്രവിശ്യ സൈന്യത്തെ നിയന്ത്രണത്തിലാക്കി ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ഉത്തരവിട്ടിട്ടുണ്ട്. പാർവതി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. പാർവതി, 1 മിനിറ്റിനിടയിൽ 2 ഇരട്ട ഭൂകമ്പങ്ങളാണ്. അത് മാത്രമല്ല ഇന്ന് രാവിലെ വീണ്ടും ഭൂകമ്പം ഉണ്ടാകുന്നു. അപ്പോൾ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളെന്ന് വേണം മനസ്സിലാക്കാൻ. അതേ രഞ്ജിത്ത്, വെനസ്വേലയിൽ ആശങ്ക ഒഴിയുന്നില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസമുണ്ടായ ഇരട്ട ഭൂകമ്പത്തിന് പിന്നാലെ കഴിഞ്ഞ അല്പസമയം മുൻപ് വെനസ്വേലയിൽ വീണ്ടും ഭൂചലനമുണ്ടായെന്ന റിപ്പോർട്ടാണ് വരുന്നത്. റിക്ടർ സ്കെയിലിൽ 4.9 രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. ഇപ്പോൾ വെനസ്വേലയിൽ രാത്രിയാണ് സമയം. നമുക്കറിയാം ബുധനാഴ്ച വൈകിട്ടാണ് 7.2ഉം 7.5ഉം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം വെനസ്വേലയെ പിടിച്ചുകുലുക്കിയത്. വലിയ ദുരന്തമാണ് ഉണ്ടായത്. ഏകദേശം 1000-ഓളം ആളുകൾ കൊല്ലപ്പെടുകയും 1,00,000-ലേറെ പേരെ കാണാതാവുകയും ചെയ്തിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ചികിത്സയിലാണ്. അതിനിടയിലാണ് വെനസ്വേലയിൽ വീണ്ടും ഭൂചലനം
ഭൂചലനം ഉണ്ടായിട്ടുള്ളത്. വെനിസ്വേലയിലെ തലസ്ഥാനമായ കാരക്കാസിലും മാറക്കൈ എന്നീ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ഭൂചലനം ഉണ്ടായിട്ടുള്ളത്. ബുധനാഴ്ച ഉണ്ടായ ശക്തമായ ഭൂചലനത്തിൽ നിന്ന് ഭൂചലനത്തിന്റെ രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെയാണ് തുടർ ചലനങ്ങൾ ഉണ്ടാകുന്നതെന്നതാണ് ജനങ്ങളെ ആശങ്കയിലാക്കുന്നത്. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഇതിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഹായവും വെനിസ്വേലയ്ക്ക് ലഭിക്കുന്നുണ്ട്. 300ഓളം കെട്ടിടങ്ങൾ ആണ് പൂർണ്ണമായി നിലം പൊത്തിയത്. ഇതിനുള്ളിൽ ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായും അവരുടെ നിലവിളി കേൾക്കുന്നതായും രക്ഷാപ്രവർത്തകർ പറയുന്നു. കഴിഞ്ഞ ദിവസവും പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം രക്ഷപ്പെടുത്തിയിരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് 23 ആളുകളെ രക്ഷപ്പെടുത്തുകയും അവിടെ നിന്ന് 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. ഒപ്പം തന്നെ ചൈനക്കാരായ 2 പേരുടെ മൃതദേഹങ്ങളും കണ്ടെത്തിയിരുന്നു. രാജ്യത്തെ 6.76 മില്യൺ ആളുകളെയാണ് ഈ ഭൂകമ്പം ബാധിച്ചതെന്നാണ് വിലയിരുത്തൽ. ഇതിൽ 2 മില്യൺ ആളുകൾ കാരക്കാസിൽ തന്നെയാണ്. തലസ്ഥാനമാണ് കാരക്കാസ്. വലിയ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം പ്രാഥമിക കണക്കുകൾ പ്രകാരം ഏകദേശം 6.7 ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് വെനിസ്വേല നേരിടുന്നത്. ഇത് മറികടക്കാൻ വലിയ സമയം വേണ്ടിവരും. ഈ ആഘാതത്തിൽ നിന്ന് കരകയറാനായി ഈ രാജ്യം വളരെയേറെ ബുദ്ധിമുട്ടുന്ന സാഹചര്യവുമുണ്ട്. ദുരന്തമുണ്ടായി 48 മുതൽ 72 മണിക്കൂറിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കാൻ സാധിച്ചാൽ അത് ഒരുപാട് പേർക്ക് അതിജീവനത്തിനുള്ള സാധ്യതയാകും. പക്ഷേ ഈ തുടർചലനങ്ങൾ ഇത്തരം രക്ഷാപ്രവർത്തനത്തിനും തടസ്സമാകുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ഇന്റർനെറ്റ്, വൈദ്യുതി ബന്ധങ്ങളെല്ലാം തകരാറിലാണ്. ആളുകൾക്ക് ആശയവിനിമയ സംവിധാനം ഇപ്പോഴും സാധാരണ നിലയിലായിട്ടില്ല. അതിനും സമയം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ പലപ്പോഴും കുടുങ്ങിയ അല്ലെങ്കിൽ കാണാതായ ആളുകൾക്കായുള്ള തെരച്ചിലിനും ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഒപ്പം അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിനായുള്ള എല്ലാ സഹായവും ലഭിക്കുന്നുണ്ട് വെനിസ്വേലയ്ക്ക്. ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതായി വെനിസ്വേലയിലെ ഇടക്കാല പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു പതിറ്റാണ്ടായി സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലാത്തൊരു രാജ്യമാണ്. വലിയ തരത്തിൽ ബുദ്ധിമുട്ടുന്നൊരു രാജ്യമാണ് വെനിസ്വേല. ഈ വെനിസ്വേലയെ വീണ്ടെടുക്കാൻ ആണ് ലോക രാജ്യങ്ങൾ ഒന്നിക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സഹായവുമായും രംഗത്തുണ്ട്. ഓപ്പറേഷൻ അമിസ്റ്റാഡ് എന്ന പേരിൽ ഇന്ത്യ അടിയന്തര സഹായം വെനിസ്വേലയ്ക്ക് കഴിഞ്ഞ ദിവസം അടിയന്തര സഹായവുമായി വിമാനമടക്കം പുറപ്പെട്ടിട്ടുണ്ട്. അതിൽ അവശ്യ സാധനങ്ങളും മരുന്നുകളും ഉൾപ്പെടും. 41 അംഗ ടീം, അതിൽ രക്ഷാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും അടങ്ങുന്നതാണ് ഈ സംഘം. IAF C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളിലായാണ് ഇന്ത്യ വെനിസ്വേലയ്ക്ക് സഹായം എത്തിക്കുന്നത്. എല്ലാ സഹായവും ഇന്ത്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 60 പാരാഫീൽഡ് ഹോസ്പിറ്റലിൽ നിന്നുള്ള 9 മെഡിക്കൽ ഓഫീസർമാർ ഉൾപ്പെടെയുള്ള 41 അംഗ വിദഗ്ധ ആരോഗ്യ പ്രവർത്തകർ അടങ്ങുന്ന സംഘമാണ് ഉള്ളത്. 2 ഭീഷ്മ ക്യൂ പോർട്ടബിൾ ഹോസ്പിറ്റലുകളും ഇന്ത്യ കൈമാറിയിട്ടുണ്ട്. ശരി പാർവതി, ഏതായാലും നമുക്ക് ഈ വെനിസ്വേലയിൽ ഈ ഭൂകമ്പം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം എന്തുകൊണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ അറിയുന്ന വിവരം അനുസരിച്ച് 3ാമത് ഒരു ഭൂകമ്പം വെനിസ്വേലയിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. എന്തുകൊണ്ട് വെനിസ്വേല ഭൂകമ്പത്തോട് ഇത്ര ചേർന്ന് നിൽക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇതിനായി ഗവേഷകർ നിരവധി കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രാദേശിക സമയം വൈകിട്ട് 6 മണിയോടെയാണ് റിക്ടർ സ്കെയിലിൽ ഇന്നലെ 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത്. ഇതിന് പിന്നാലെ 39 സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ 7.5 തീവ്രതയുള്ള രണ്ടാമത്തെ ഭൂകമ്പം കൂടി ഉണ്ടാവുകയാണ്. രണ്ടാമത്തെ ഭൂകമ്പം ആദ്യത്തേതിനേക്കാൾ 3 ഇരട്ടി ശക്തമായിരുന്നുവെന്ന് ജിയോളജിക്കൽ സർവേ USGS ജിയോളജിക്കൽ സർവേ സ്ഥിരീകരിച്ചു. 2 ഭൂകമ്പങ്ങൾ നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ ഒരേ സ്ഥലത്തുണ്ടായത് അപൂർവമാണ്. ഇത് വൻ നാശനഷ്ടങ്ങൾ കാരണമായി എന്നും കൃത്യമായി തന്നെ അവർ കണ്ടെത്തുകയാണ്. എന്തുകൊണ്ട് വെനസ്വേല ഇത്രയധികം ഭൂകമ്പ സാധ്യതയുള്ള രാജ്യമായി എന്നുള്ളതിന് പ്രധാനമായും 2 കാരണങ്ങൾ ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ സങ്കീർണമായ ഭൗമപാളികളുടെ സ്ഥാനം അത് പ്രധാനമാണ്. ഒപ്പം ഭൂകമ്പങ്ങളുടെ ആഴക്കുറവ്. സാധാരണയായി മറ്റു രാജ്യങ്ങൾക്ക് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അത് ഭൂമിയിൽ നിന്നൊക്കെ ഒരുപാട് അടിവശത്ത് സംഭവിക്കുമ്പോൾ മുകളിലേക്ക് അതിൻ്റെ ആഘാതം അധികം ഉണ്ടാകാറില്ല. വെനസ്വേലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും സൗത്ത് അമേരിക്കൻ പ്ലേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. വടക്കൻ തീരപ്രദേശങ്ങളും കരീബിയൻ ദ്വീപുകളും കരീബിയൻ പ്ലേറ്റും സൗത്ത് അമേരിക്കൻ പ്ലേറ്റും തമ്മിൽ നിരന്തരം ഉരസുന്ന സജീവമായ ഒരു അതിർത്തിയാണ് വെനസ്വേലയ്ക്കുള്ളത്. ഈ 2 കൂറ്റൻ ഭൗമപാളികൾ തമ്മിൽ വർഷത്തിൽ ഏകദേശം 20 മില്ലിമീറ്റർ എന്ന തോതിൽ ചലിക്കുന്നുണ്ട്. ഇത് നിരന്തരമായ ടെക്ടോണിക് വടംവലി ഭൂവൽക്കരണത്തിൽ സമ്മർദ്ദമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇത് പുറത്തുവിടുന്നത് വലിയ തോതിലുള്ള പ്രകമ്പനങ്ങളാണ്.
വെനസ്വേലയുടെ ജനസംഖ്യയുടെ ഏകദേശം 80% ഇത്തരം സജീവമായ ഭൂകമ്പ മേഖലകളിൽ താമസിക്കുന്നു എന്നുള്ളതാണ് നിർണായകമായ ഒരു ഘടകമായി നമ്മൾ കാണേണ്ടത്. ഇത് ദുരന്തത്തിൻ്റെ ആഘാതം വല്ലാതെ വർദ്ധിപ്പിക്കുന്നുണ്ട്, ഭൂകമ്പങ്ങളെ കൂടുതൽ അപകടകരമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ മിക്ക ഭൂകമ്പങ്ങളും നേരത്തെ പറഞ്ഞ പോലെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 15 മുതൽ 20 കിലോമീറ്റർ വരെ ആഴത്തിലാണെങ്കിൽ ഈ ഉപരിതലത്തോട് അടുത്താണ് വെനസ്വേലയിൽ ഉണ്ടാകുന്ന പല ഭൂകമ്പങ്ങളും എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നത്തിന് കാരണമായത്. ഇതിനകം ലക്ഷക്കണക്കിന് ആളുകളാണ് വെനസ്വേലയിൽ ഭൂകമ്പവുമായി ബന്ധപ്പെട്ട് മരിച്ചത്. സുനാമിയൊക്കെ ആഞ്ഞടിച്ച് ഇല്ലാതായ ഒരു രാജ്യം കൂടിയാണ് വെനസ്വേല. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. മാത്രമല്ല, ഈ ഭൂകമ്പ സാധ്യതകൾ മുൻകൂട്ടി പ്രവചിക്കാനുള്ള ഒരാധുനിക സംവിധാനങ്ങളും ഇല്ലാത്ത ഒരു രാജ്യം കൂടിയാണ് വെനസ്വേല എന്നുള്ളതാണ്. ലോകരാജ്യങ്ങളുടെയൊക്കെ നോട്ടം അങ്ങോട്ടേക്ക് വേണ്ടതാണ്. പ്രത്യേകിച്ചും അമേരിക്കയാണല്ലോ ഇപ്പോൾ വെനസ്വേലയിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച് പുതിയൊരു പാവ സർക്കാരിനെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പക്ഷേ അവർ ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യം ചെയ്യാനും പുതിയ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. വെനസ്വേലയിൽ കൈത്താങ്ങായി ഇന്ത്യ രംഗത്ത് വന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മെഡിക്കൽ സംഘവും 35 ടൺ സാമഗ്രികളുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് അടിയന്തര സഹായവുമായി പറന്നുയർന്ന് വ്യോമസേനയുടെ C-17 വിമാനം അങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞു. വെനസ്വേലയ്ക്ക് അടിയന്തര സഹായമാണ് ഇന്ത്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസത്തിനുമായി സാധന സാമഗ്രികൾ അവിടെ എത്തിക്കഴിഞ്ഞു. ജയശങ്കർ വിദേശകാര്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ട് കഴിഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ 2 C-17 വിമാനങ്ങളാണ് വെനസ്വേലയിൽ എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ആർമിയുടെ ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റും 35 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികളും ജീവൻ രക്ഷാ മരുന്നുകളും അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങളും ഈ വിമാനങ്ങളിലുണ്ട്. ദുഷ്കരമായ സമയത്ത് വെനസ്വേലൻ സർക്കാരും ജനങ്ങൾക്കും ഒപ്പമാണ് ഇന്ത്യ എന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി. ഇസ്രായേൽ ലക്ഷ്യമിട്ട അയത്തുള്ള അലി ഖമേനിയുടെ ഭൂഗർഭ ബങ്കർ, ഇതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. നമുക്കറിയാം, അയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ ഇസ്രായേലിന് സാധിച്ചു. ഇത്രനാൾ കഴിഞ്ഞിട്ടും സംസ്കാര ചടങ്ങുകളടക്കം നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ബങ്കർ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് ലോകരാജ്യങ്ങൾക്കൊക്കെ ഒരു അത്ഭുതമായിരുന്നു, കൗതുകമായിരുന്നു. ഇത് IDF ഉണ്ടാക്കിയത് ഒരുപാട് രാജ്യങ്ങളുടെ സാങ്കേതിക സഹായത്തോടെയാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. സ്ഫോടനങ്ങളെ പ്രതിരോധിക്കുന്ന അത്യാധുനിക മുറിയും ഒന്നിലധികം തുരങ്കങ്ങളും ഉൾപ്പെടുന്നതായിരുന്നു മധ്യ ടെഹ്റാനിലെ ഈ സുരക്ഷാ കേന്ദ്രമെന്നാണ് ഇറാന്റെ ഔദ്യോഗിക രേഖകളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഖമേനിയുടെ ഔദ്യോഗിക വസതിയോട് ചേർന്നാണ് ഹബീബ് ഇബ്രാഹിം എന്ന് പേരിട്ടിരുന്ന ഈ വിശാലമായ ഭൂഗർഭ ബങ്കർ സമുച്ചയം സൃഷ്ടിച്ചിരുന്നത്. ഇറാൻ ഭരണകൂടത്തിൽ നിന്നുള്ള വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച കെട്ടിട നിർമ്മാണ രൂപരേഖകൾ അടിസ്ഥാനമാക്കിയാണ് ഇറാൻ ഇന്റർനാഷണൽ ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. 2009 ഖമേനിയുടെ നേരിട്ടുള്ള അനുമതിയോടെയാണ് നിർമ്മാണം ആരംഭിക്കുകയും മറ്റും ചെയ്തത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ കൃത്യമായ നിയന്ത്രണം ഉണ്ടായിരുന്നു. മറ്റ് രാജ്യങ്ങളുടെ സഹായം കൂടി, ഈ ഫണ്ട് നൽകിയത് മറ്റു രാജ്യങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. സാങ്കേതികമായ ഏറെ സങ്കീർണമായ പ്രക്രിയകളിലൂടെയാണ് ഈ ഭൂഗർഭ ബങ്കറുകൾ രൂപകൽപ്പന ചെയ്തത്. എത്ര വലിയ ആയുധാക്രമണം നടത്തിയാലും പ്രതിരോധിക്കാൻ ശേഷിയുള്ളതായിരുന്നു ഇതിൻ്റെ ഘടന. പ്രധാന പ്രവേശന കവാടം വാഹനങ്ങൾക്ക് നേരിട്ട് അകത്തേക്ക് പ്രവേശിക്കാൻ തക്ക വലിപ്പമുള്ളതായിരുന്നു. ഭൂഗർഭത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്ന ഈ വഴിക്ക് 30 മീറ്ററോളം ആഴമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതുമാത്രമല്ല, ഏത് അടിയന്തര ഘട്ടത്തിലും ഇതിൽ നിന്നാൽ ഈ തുരങ്കങ്ങളിലേക്ക് പോയാൽ രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം അയത്തുള്ള അലി ഖമേനിക്ക് ഉണ്ടായിരുന്നു. ആർക്കും കണ്ണെത്താത്ത ഒരു സ്ഥലത്ത് ആണ് ഇത് സൃഷ്ടിച്ചത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിന് അതിശക്തമായ വ്യോമാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വിവിധ സംഗതികൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളായ മൊസാദിൻ്റെ സഹായത്തോടുകൂടി ഇത് കണ്ടെത്തുകയും യൂണിറ്റ് 8200, യൂണിറ്റ് 9900 എന്നിവർ ഈ രഹസ്യ സംഘത്തിൻ്റെ കൃത്യമായ സ്ഥാനം കണ്ടെത്തി. തുടർന്നാണ് ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്ന് പേരിട്ട വലിയ ദൗത്യം നടക്കുകയും പരമാവധി ശേഷി ഇസ്രായേൽ ഇതിനായി ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രഹസ്യ ഭൂഗർഭ കേന്ദ്രത്തിന് നേരെ 50ഓളം യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അത് മാത്രമല്ല, 100ലധികം മാരകശേഷിയുള്ള യുദ്ധ സാമഗ്രികളും ഉപയോഗിച്ചാണ് അയത്തുള്ള അലി ഖമേനിയെയും കുടുംബാംഗങ്ങളെയും ഒപ്പം ഉദ്യോഗസ്ഥരെയും കൊലപ്പെടുത്താൻ ഇസ്രായേലിന് സാധിച്ചത്. അത് ചെറിയ കാര്യമല്ല. ഏറ്റവും വലിയ അത്യന്താധുനിക സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടും ആ കൃത്യം വളരെ കൃത്യമായി നടപ്പിലാക്കാൻ മൊസാദിന് സാധിച്ചു എന്നുള്ളത് അവരുടെ സാങ്കേതിക വിദ്യയിലെ പരിജ്ഞാനത്തിൻ്റെ വൈഭവമാണ് തുറന്നു കാട്ടുന്നത്. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക് കൂടി പുറത്തു വരുന്നത് ഇറാൻ ആക്രമണത്തിൽ US സൈനിക താവളങ്ങൾക്ക് കനത്ത നാശമുണ്ടായി എന്നുള്ളതാണ്.
പശ്ചിമേഷ്യയിലെ 20-ലധികം സൈനിക താവളങ്ങളും നയതന്ത്ര കാര്യാലയങ്ങളും ആക്രമിക്കപ്പെട്ടു. ചില കേന്ദ്രങ്ങൾ ഇസ്രായേലിലേക്ക് മാറ്റാൻ ഇപ്പോൾ ആലോചനയുണ്ടാകുന്നുണ്ട്. $400 മില്യൺ വലിയ നഷ്ടമാണ് ഇപ്പോൾ പെൻറ്റഗൺ കണക്കാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആദ്യഘട്ടത്തിലൊന്നും ഈ കണക്ക് വിവരങ്ങളൊന്നും അമേരിക്ക പുറത്തുവിട്ടിരുന്നില്ല. തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ US തന്നെ തങ്ങൾ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങൾ അപ്പാടെ തരിപ്പണമായി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. സൈനിക കേന്ദ്രങ്ങളിൽ സംഭവിച്ച നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ആ രാജ്യത്തെ വല്ലാതെ നടുക്കിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും സൃഷ്ടിച്ച പ്രശ്നത്തിൽ 20ഓളം US സൈനിക താവളങ്ങളും നയതന്ത്ര കാര്യാലയങ്ങളും പൂർണ്ണമായി തകർന്നു എന്നാണ് റിപ്പോർട്ട്. ഇൻസൈഡ് റിപ്പോർട്ടുകൾ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. സൈനിക വിന്യാസ തന്ത്രം അടിയന്തരമായി തിരുത്തി എഴുതാനും താവളങ്ങൾ സുരക്ഷിതമായ ഇസ്രായേലിലേക്ക് മാറ്റാനും മറ്റും വൈറ്റ് ഹൗസ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഏതായാലും സാറ്റലൈറ്റ് ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഈ സൈനിക താവളങ്ങളുടെ നാശനഷ്ടം ഇപ്പോൾ പുറത്ത് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വിവരം. മറ്റൊന്ന്, പല സൈനിക താവളങ്ങളും ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത വിധം പൂർണ്ണമായും ഇല്ലാതായി എന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. ഏതാണ്ട് 33,000 കോടിയിലധികം ഇന്ത്യൻ രൂപ, ആലോചിച്ച് നോക്കണം, 33,000 കോടിയിലധികം ഇന്ത്യൻ രൂപയുടെ ചെലവ് വരുമത്രേ ഈ സൈനിക താവളങ്ങൾ വീണ്ടും നന്നാക്കിയെടുക്കാൻ എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൂടുതൽ സഹായം അമേരിക്കൻ സർക്കാർ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. കൂടുതൽ പണം വേണമെന്ന കാര്യത്തിലൊക്കെ ചില നിലപാടുകളുമായി മുന്നോട്ട് വരുന്നത്. റഷ്യൻ മണ്ണിലേക്ക് കനത്ത ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള നിർണായകമായ വിവരങ്ങൾ കൂടിയുണ്ട്. ഇന്നലെ രാത്രി റഷ്യയിൽ ഉടനീളം തീമഴയായിരുന്നു. വ്ളാഡിമിർ പുടിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് യുക്രൈൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാത്രികാല ഡ്രോൺ ആക്രമണം അഴിച്ചുവിട്ടു. റഷ്യൻ നഗരങ്ങളെയും റഷ്യൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന ക്രിമിയയും ലക്ഷ്യമിട്ട് ഇന്നലെ രാത്രി മാത്രം 660 ഡ്രോണുകൾ യുക്രൈൻ തൊടുത്തുവിട്ടു എന്നുള്ള നിർണായക വിവരമാണ് പുറത്തുവരുന്നത്. റഷ്യ നേരിടുന്ന ഏറ്റവും വലിയ ആക്രമണമായി കൂടി ഇതിനെ കാണണം എന്നാണ് ഇപ്പോൾ നിരവധി വിലയിരുത്തലുകൾ ഉണ്ടാകുന്നത്. ആക്രമണത്തെക്കുറിച്ചുള്ള കൃത്യമായ നാശനഷ്ടങ്ങൾ റഷ്യ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ക്രിമിയയിലെ ഒരു പ്രധാന തുറമുഖ നഗരം ഏതാണ്ട് പൂർണ്ണമായും തകർന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. റഷ്യയുടെ 2 പ്രധാന എണ്ണ നിരീക്ഷണ കപ്പലുകൾക്കും ഒരു ചരക്ക് കപ്പലും തീപിടിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. വലിയ തീപിടുത്തം സംഭവിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഒരു വലിയ പിന്തുണ യുക്രൈനുണ്ട്. യുക്രൈന് അമേരിക്ക പച്ചക്കൊടി കാട്ടിയപ്പോഴാണ് തുടർച്ചയായി ആക്രമണം നടത്താൻ യുക്രൈൻ തീരുമാനിച്ചത് എന്നും അമേരിക്ക നൽകിയ ആയുധങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചത് എന്നുമുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. മറ്റു വാർത്തയിലേക്ക് പോകണം. യൂറോപ്പിലാകെ അതിശക്തമായ ഉഷ്ണതരംഗം ആഞ്ഞടിക്കുകയാണ്. ഇതുവരെ 55 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാരീസിൽ താപനില 40.9 ഡിഗ്രി സെൽഷ്യസായി. യൂറോപ്പിലെ നാശനഷ്ടം വിതച്ചുകൊണ്ട് അതിശക്തമായ ഉഷ്ണതരംഗമാണ്. എക്കാലത്തെയും ഉയർന്ന താപനിലയാണ് പല സ്ഥലങ്ങളിലും. ഫ്രാൻസിൽ മാത്രം 55 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വരും ദിവസങ്ങളിൽ ചൂട് വർദ്ധിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. വിവിധ രാജ്യങ്ങളിൽ മുന്നറിയിപ്പുകൾ നൽകിയ പശ്ചാത്തലം കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അതിശക്തമായ ചൂടിനെ തുടർന്ന് ജർമ്മനിയിൽ ഒരു റോഡ് തകർന്നു, മോട്ടോർവേയിലെ ഒരു റോഡ് തകർന്നു എന്നുള്ള പ്രധാന കാര്യം കൂടിയുണ്ട്. അതായത് ടാറൊക്കെ മെൽറ്റ് ചെയ്യുന്ന തരത്തിൽ, ഉരുകുന്ന തരത്തിലുള്ള ചൂട് റോഡിലുണ്ടായി. തുടർന്നാണ് 30ഓളം വാഹനങ്ങൾക്ക് നാശനഷ്ടമുണ്ടായത്. മണിക്കൂറിലോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഇറ്റലിയിൽ വരും ദിവസങ്ങളിൽ താപനില 40 ഡിഗ്രി കടക്കും എന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ പൊതുവെ വിവിധ മുന്നറിയിപ്പുകളോടുകൂടി ഉഷ്ണതരംഗത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ സ്കൂളുകൾക്കും ഓഫീസുകൾക്കുമൊക്കെ അവധി നൽകുന്നു. പല ഓഫീസുകളും വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇടവേള. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ രാജ്യാന്തര തലത്തിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന കാശ്മീർ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഭാവിയിൽ ഈ പ്രദേശങ്ങൾക്ക് മേൽ ഇന്ത്യക്ക് പൂർണ്ണമായ ഭൗതിക നിയന്ത്രണം ലഭിക്കുമെന്നുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയായി മാത്രം കാണാനാകില്ല.
മറിച്ച് പതിറ്റാണ്ടുകളായി ഇന്ത്യ കാത്തുസൂക്ഷിക്കുന്ന ഒരു ഭരണഘടനാപരമായ പ്രതിബദ്ധതയുടെയും മാറുന്ന നയതന്ത്ര സമീപനത്തിന്റെയും ശക്തമായ പ്രതിഫലനമാണിത്. അതിർത്തിയിലെ കടന്നുകയറ്റങ്ങളോടും പാകിസ്ഥാൻ നടത്തുന്ന നിയമവിരുദ്ധ ഭരണഘടനാ തിരുത്തലുകളോടും ഇനിയും മൃദുവായ സമീപനമില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലെ പാക് ഇടപെടലുകൾക്കും അവിടെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കങ്ങൾക്കുമെതിരെ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ കേവലം ഭൂപടത്തിലെ അതിർത്തികൾക്കപ്പുറം ഇന്ത്യയുടെ പരമാവധി മുഴുവൻ പ്രദേശങ്ങളും ഇന്ത്യയുടെ ഭാഗമായി. കോടികൾ മുക്കിയ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ വഴിപാട് മോഷണത്തിന്റെ യഥാർത്ഥ വശം പുറത്തു കൊണ്ടുവന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ചപ്പോഴാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഈ ജീവനക്കാരൊന്നും അറിയാതെയാണ് അവിടെ CCTV ക്യാമറകൾക്കൊപ്പം രഹസ്യ ക്യാമറകളും സ്ഥാപിച്ചത്. ജീവനക്കാർ ചെയ്യുന്നത് ഈ കൃത്രിമം അറിയാതെ പോയത് ഈ രഹസ്യ ക്യാമറയിലൊക്കെ പതിയുകയായിരുന്നു. മുറിയിൽ വെച്ചിട്ടുള്ള CCTV ക്യാമറകൾ ഒരാൾ മറച്ചു പിടിക്കും, എന്നിട്ട് മറ്റൊരാൾ മോഷ്ടിച്ച നോട്ടുകൾ ഒളിപ്പിക്കും. അങ്ങനെ പണം തെറ്റായി എണ്ണിക്കൊണ്ട് ആരും കണ്ടെത്താത്ത രീതിയിൽ ഫണ്ട് തട്ടിയെടുക്കാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. ഈ മോഷണത്തിലൂടെ ലഭിക്കുന്ന പണം വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് ഇവർ മാറ്റും എന്നാണ് മനസ്സിലാക്കേണ്ടത്. മെയ് അവസാനം രാമക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾ ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുക പരിശോധിക്കുകയും സംഭാവന പെട്ടികൾ ദിവസേന തുറന്ന് പണമെടുക്കുന്ന പ്രക്രിയ വിലയിരുത്തുകയും മറ്റും ചെയ്തു. ഈ സമയത്താണ് ചില ക്രമക്കേടുകൾ ഈ ഫണ്ടിൽ കണ്ടത്. ഈ ട്രസ്റ്റിലെ ചില അംഗങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സംശയം തോന്നുകയും അങ്ങനെ രഹസ്യ ക്യാമറകൾ സ്ഥാപിക്കുകയുമായിരുന്നു. സാധാരണ ഒരു സംഭാവന പെട്ടി തുറക്കുമ്പോൾ 6 മുതൽ 7 ലക്ഷം രൂപയൊക്കെ വരെ ഉണ്ടാവാറുണ്ടായിരുന്നു. എന്നാൽ ഏതാനും ആഴ്ചകളായി 500 രൂപയുടെ നോട്ടുകൾ കുറയുന്നത് ഭാരവാഹികൾ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്നാണ് രഹസ്യ ക്യാമറകൾ വെക്കുകയും മറ്റും ചെയ്തത്. ഈ രഹസ്യ ക്യാമറകളിലാണ് ദൃശ്യങ്ങളിൽ ജീവനക്കാരൻ നോട്ടുകളുടെ കെട്ടുകളിൽ നിന്ന് പണമെടുത്ത് വസ്ത്രങ്ങൾക്കുള്ളിൽ ഒളിപ്പിക്കുന്നതായി കണ്ടെത്തുന്നത്. CCTVയിൽ പതിയാത്ത അത്തരം ദൃശ്യങ്ങളാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ഈ പറഞ്ഞ കള്ളക്കണക്കുമായി ബന്ധപ്പെട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. മറ്റു വാർത്തയിലേക്ക്. തമിഴ്നാട് സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി തൻ്റെ പുതിയ ചിത്രത്തിൻ്റെ നിർമ്മാതാവിനെ വെച്ച മുഖ്യമന്ത്രി വിജയിയുടെ നടപടി ഇപ്പോൾ അവിടെ വലിയ വിവാദമായിരിക്കുകയാണ്. നിർമ്മാതാവ് K. വെങ്കട്ട് നാരായണ കർണാടക സ്വദേശിയാണ്. 1 വർഷത്തെ താൽക്കാലിക പദവി സൃഷ്ടിച്ചാണ് നിയമനം നടത്തിയത്. ജനനായകൻ എന്ന വിജയുടെ സിനിമയുടെ നിർമ്മാതാവ് കൂടിയാണ് വെങ്കട്ട് നാരായണ. ഇപ്പോൾ BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ആരോപിക്കുന്നത് കർണാടകക്കാരനായ ഒരാളെ എങ്ങനെ ഡൽഹിയിലെ തമിഴ്നാടിൻ്റെ പ്രതിനിധിയാക്കും എന്നുള്ളതാണ്. അത് വലിയ വിവാദമാക്കിയിട്ടുണ്ട്. നിയമനം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ നൈനാർ നാഗേന്ദ്രൻ രംഗത്ത് വന്ന പശ്ചാത്തലം പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം, ഗീതു മോഹൻദാസ് സംവിധാനിച്ച ടോക്സിക്, മലയാള ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്ന ബാലൻ ദ ബോയ് എന്നിവയുടെയൊക്കെ നിർമ്മാതാവും വെങ്കടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ വെങ്കട് വളരെ വിജയമായി അടുത്ത ആളാണ്. അതിൻ്റെ പേരിലാണ് നിയമനം ഉണ്ടായത്. അതൊരു ആശ്രിത നിയമനമാണ് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കൂടി ഇപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ്. DMKയ്ക്ക് വലിയ തിരിച്ചടി. സഖ്യത്തിൽ നിന്ന് മിക്കവാറും MDMK പിന്മാറും. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ സമവാക്യങ്ങളനുസരിച്ച് മാറും. DMK സഖ്യത്തിൽ തുടരണമോ എന്ന് തീരുമാനമെടുക്കാൻ MDMKയുടെ യോഗം നടക്കുന്നു. വൈക്കോ അതിരൂക്ഷമായി DMKയെ വിമർശിച്ചു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം MDMKയ്ക്ക് കാര്യമായ പരിഗണന നൽകിയില്ല എന്ന് വൈക്കോ ആരോപിക്കുന്നുണ്ട്. CPM-ഉം CPI-യും കോൺഗ്രസും ഒക്കെ മുന്നണിയിൽ നിന്ന് മാറിയതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ വൈക്കോ കൂടി പിന്മാറുന്നത് ചെറിയ തിരിച്ചടി അല്ല സംഭവിപ്പിക്കുന്നത് DMKയ്ക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മാത്രമല്ല, പല രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിഞ്ഞ തവണ DMK തങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് അന്ന് അനുസരിച്ചുവെങ്കിൽ പോലും ഇപ്പോൾ ഈ പ്രശ്നം വന്നതിന് ശേഷം വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമായി അത് മാറുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം കുറഞ്ഞതിനെ തുടർന്ന് ഇന്ധനവില കുറഞ്ഞു. അത് ഇങ്ങനെ തുടർന്നാൽ അധിക ചാർജുകൾ ഒഴിവാക്കാൻ വിമാന കമ്പനിയോട് കേന്ദ്രം ആവശ്യപ്പെടുന്നുള്ള വിവരങ്ങൾ കൂടി വ്യക്തമാക്കിയാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി K. രാംമോഹൻ നായിഡുവാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ധനവിലുണ്ടാകുന്ന മാറ്റം സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വിലയിടിവ് കുറച്ചു നാളത്തേക്ക് നിലനിൽക്കുമോ എന്ന് വിലയിരുത്തൽ ഉണ്ടാകുന്നു. വിമാന കമ്പനികളുമായി ചർച്ച നടത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. സർചാർജ് അടക്കം കുറയ്ക്കണം ടിക്കറ്റ് നിരക്കിലെ എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. 2 OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തിട്ടും ദുരന്തർ
എന്ന സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നത് ഒരു അപൂർവതയാണ്. സാധാരണ OTT-യിലൊക്കെ റിലീസ് ചെയ്താൽ ആ സിനിമയുടെ പ്രദർശനം തിയേറ്ററിൽ അവസാനിപ്പിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും മിക്ക ഷോകളും ഹൗസ്ഫുള്ളായാണ് പല തിയേറ്ററുകളിലും ദുരന്തർ പ്രദർശിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് നാളുകൾക്ക് ശേഷം തിയേറ്ററുകളിൽ 100 ദിവസം പൂർത്തിയാക്കുന്ന ഒരു സിനിമ കൂടിയായി രൺവീർ നായകനായ ദുരന്തർ ദ റിവഞ്ച് മാറുകയാണ്. ഇന്ത്യൻ സിനിമകളുടെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററിൽ ഒന്നായി ഇത് മാറുന്നു. വീണ്ടും വീണ്ടും പ്രേക്ഷകരെ ആകർഷിക്കുന്നു. അങ്ങനെ വലിയ നാഴികക്കല്ല് കൂടി പിന്നിട്ടാണ് ദുരന്തർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ദുരന്തറിന് മറ്റൊരു ഭാഗം ഉണ്ടാകുമോ എന്നതുകൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ, ദുരന്തർ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലും ഇന്ത്യൻ സാമ്പത്തിക മേഖല ഇക്കൊല്ലം 6.5% വളർച്ച കൈവരിക്കുമെന്ന് US സാമ്പത്തിക സ്ഥാപനമായ ഗോൾഡ്മാൻ സാക്സ് റിപ്പോർട്ട് ചെയ്തു. ഇക്കൊല്ലം ഇന്ത്യ 6.1% വളർച്ച നേരിടുമെന്നാണ് ഗോൾഡ്മാൻ സാക്സ് നേരത്തെ ഉണ്ടായത് പ്രവചനം. അത് തിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ 0.4% കൂടി, അതായത് 6.5%-ത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. യുദ്ധത്തിന്റെ ഭീതി മാറിയത്, ഡോളറുമായി രൂപ കരുത്താർജിച്ചത്, ഇറക്കുമതി ചെലവ് കുറഞ്ഞത്, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും GDP വളർച്ചയും കൂടുതലായിരിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരങ്ങൾ കൂടി ഈ ഏജൻസി പുറത്തുവിടുന്നുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ ആഘാതം ഇന്ത്യയെ സാരമായി ബാധിച്ചിട്ടില്ല എന്നാണ് US ഏജൻസിയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. മറ്റു വാർത്തയിലേക്ക് കൂടി പോകണം. മകളുടെ വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ച് നടി ഖുഷ്ബു സുന്ദർ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് മനോഹരമായ കുറിപ്പിനൊപ്പം ഈ വിവാഹ ചിത്രങ്ങളിലും താരം പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസം ഗോവയിലെ ഒരു ആഡംബര റിസോർട്ടിൽ വെച്ചായിരുന്നു ഖുഷ്ബുവിൻ്റെ മകളുടെ വിവാഹം നടന്നത്. ദക്ഷിണേന്ത്യയിലെ ഒട്ടുമിക്ക താരങ്ങളും ഈ വിവാഹത്തിൻ്റെ ഭാഗമായി. ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ഇതിൽ പങ്കെടുത്ത് വധൂവരന്മാരെ ആശീർവദിച്ചു. ഖുഷ്ബുവിൻ്റെയും സംവിധായകൻ സുന്ദർ സിയുടെയും മകളാണ് അവന്തിക, മൂത്ത മകളാണ് അവന്തിക സുന്ദർ. ശ്രാവൺ ശ്രീനിവാസുമായാണ് വിവാഹം നടന്നത്. തെലുങ്ക് താരങ്ങളായ നാഗാർജുന അക്കിനേനി, വെങ്കടേഷ്, അമല അക്കിനേനി, ഒപ്പം തൃഷ കൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സജീവ സാന്നിധ്യമായിരുന്നു. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയെ നേരിട്ട് ക്ഷണിച്ചുവെങ്കിൽ പോലും അദ്ദേഹം വിവാഹ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നൊരു പ്രത്യേകത കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ട്. മറ്റു പല താരങ്ങളും ആശംസകൾ സോഷ്യൽ മീഡിയയിൽ കൂടി പങ്കുവെക്കുകയും ചെയ്തു. സിനിമാ ജീവിതത്തിൽ താൻ എത്തിയിരുന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നടനായില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്ന ചോദ്യമാണ് ഷാരൂഖ് ഖാൻ്റെ ആരാധകർ അദ്ദേഹത്തോട് ചോദിച്ചത്. 34 വർഷങ്ങൾ പൂർത്തിയാക്കിയ സന്തോഷം ആരാധകർക്കൊക്കെ പങ്കുവെക്കുന്ന വേളയിലാണ് ഈ ചോദ്യം ഉയർന്നത്. ഷാരൂഖ് അത് രസകരമായ ഒരു മറുപടി നൽകി. കാരണം മംഗളൂരു വെച്ചായിരുന്നു ഈ പരിപാടി. മംഗളൂരുവിൽ തൻ്റെ ബാല്യകാലം ചിലവഴിച്ചത് ആലോചിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് താൻ നടനായിരുന്നില്ലായിരുന്നെങ്കിൽ ഒരു അധ്യാപകനായേനെ എന്നാണ്. താൻ കുട്ടികളെ ഏറെ പഠിപ്പിക്കാൻ ഏറെ സ്നേഹിക്കുന്ന ഒരാളാണ്. അങ്ങനെയെങ്കിൽ ഒരു മികച്ച അധ്യാപകനായി താൻ മാറിയേനേം എന്ന് ഷാരൂഖ് ഖാൻ പറയുകയാണ്. സെയിൻറ്റ് അലൂഷ്യസ്, ശാരദാ വിദ്യാലയ അല്ലെങ്കിൽ മൗണ്ട് കാർമൽ സ്കൂളുകളിൽ ഒന്നിൽ താൻ അധ്യാപകനായി പഠിപ്പിച്ചേനെ എന്ന് ഷാരൂഖ് പറയുന്നു. 1965 മുതൽ 70 വരെ ആദ്യ 5 വർഷങ്ങൾ മംഗളൂരുവിലാണ് ഷാരൂഖ് ചെലവഴിച്ചത്. അങ്ങനെ മംഗളൂരു തുറമുഖത്തിലെ ചീഫ് എഞ്ചിനീയർ കൂടിയായ മുത്തച്ഛൻ ഇഫ്തിഖാർ അഹമ്മദിനൊപ്പമായിരുന്നു ഷാരൂഖിൻ്റെ വാസം. നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക, ഷാരൂഖ് ഖാൻ നടന് പകരം അധ്യാപകനായിരുന്നുവെങ്കിൽ ഏതെങ്കിലും കോളേജിലോ സ്കൂളിലോ ഒക്കെ ഒതുങ്ങി അധ്യാപക ജോലിയുമായി മുന്നോട്ട് പോകേണ്ട താരമാണ്. ഇപ്പോൾ ശതകോടികളുടെ വിലയുള്ള, മിനിറ്റുകൾക്ക് ശതകോടികളുടെ വിലയുള്ള താരമായി മാറിയിരിക്കുന്നത്. കൊൽക്കത്തയിലെ സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ നിന്ന് മുട്ട പുറത്തായത് അവിടെ വലിയൊരു രാഷ്ട്രീയ വിവാദമായിരിക്കുകയാണ്. മുട്ടയ്ക്ക് പകരം പനീറും രാജ്മയും സോയാ ഉൽപ്പന്നങ്ങളുമാണ് കുട്ടികൾക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. മുനിസിപ്പൽ കോർപ്പറേഷന് കീഴിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം നൽകാൻ ഇസ്കോണിനെയാണ് സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ആഴ്ചയിൽ ഒരു ദിവസം നേരത്തെ മുട്ട നൽകിയിരുന്നു. അത് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. വിമർശനവുമായി തൃണമൂൽ കോൺഗ്രസും അധ്യാപക സംഘടനകളും രംഗത്ത് വന്നിരിക്കുന്നു. ബംഗാളിലെ ഭക്ഷണ സംസ്കാരം തകർക്കാനാണ് പുതിയ സർക്കാരുടെ ശ്രമം എന്നാണ് വാദം. ഇനിയിപ്പോൾ ഇടവേളയ്ക്ക് ശേഷം ഫുട്ബോൾ ലോക വാർത്തകൾ കാണാം. എൽദോ ചേരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.